ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഞാൻ ഇന്ന് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓൾഡ് മൂവിയാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു സിനിമയും വളരെയധികം പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. നമ്മളെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓൾഡ് സിനിമ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ പേര് ദ തേർഡ് മാൻ എന്നാണ്. 1949 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ്. IMDbയിലെ റേറ്റിംഗ് എനിക്ക് തോന്നുന്നുണ്ട് 8.4 8.7 കണ്ടേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു മിസ്റ്ററി ജേണലിൽ വരുന്നൊരു സിനിമയാണ്. മിസ്റ്ററി ത്രില്ലർ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഴുത്തുകാരൻ തൻ്റെ ഫ്രണ്ടിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് ഫ്രണ്ട് മരിച്ചു പോയെന്ന്. അങ്ങനെ ഇയാൾ മരിച്ചു പോയതിൻ്റെ കാരണം തേടി ഈ ഒരു ഫ്രണ്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ ഒരു എഴുത്തുകാരൻ തൻ്റെ ഫ്രണ്ട് മരിച്ചു പോയതിൻ്റെ കാരണം തേടി ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ അയാൾ കണ്ടുമുട്ടുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ അയാൾ കടന്നു പോകുന്ന ആ അനുഭവങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ദ തേർഡ് മാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കോർത്തിണക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു പിക്ചേഴ്സുകളാണെങ്കിലും എല്ലാം വളരെയധികം നന്നായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ട് ഒരു സ്ഥാനം നേടിയിട്ടുള്ള സിനിമകളിലൊന്നാണ് ഈ ഒരു ദ തേർഡ് മാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. നമ്മൾ തന്നെ ഒരുപാട് ചിന്തിച്ചു കിട്ടും ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം. കാണുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിച്ച് പോകുന്നുണ്ട് എന്താവും എന്നുള്ളൊരു കാര്യം. നമ്മൾ അത്രത്തോളം ത്രില്ലിലായിരിക്കും ഈ ഒരു സിനിമ കണ്ടിരിക്കുന്നത്. അടുത്ത് എന്താവും, ഇയാൾ എന്തുകൊണ്ടാണ് മരിച്ചത്, ആരെയൊക്കെ കണ്ടുമുട്ടും, ഇതിൻ്റെ കൊന്നതാണോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് മരിച്ചതാണോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു വരാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഒട്ടും നമ്മളെ ബോറടിപ്പിക്കില്ല. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അങ്ങനെ എടുത്ത് പറയാനായിട്ട് ഈ ഒരു സിനിമയിൽ ഒരു നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ബട്ട് എങ്കിലും വളരെയധികം നമുക്ക് നന്നായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ദ തേർഡ് മാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ലീവ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത്. കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കണ്ടിരിക്കുക. ഒരു തവണ കാണാവുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നൽകുന്ന ബെസ്റ്റ് വാച്ചബിൾ മൂവി തന്നെയാണ് ദ തേർഡ് മാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. കണ്ടിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അൻറ്റിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ. ടേക്ക് കെയർ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ സേഫ്. ബൈ.